വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, പഴയ നിയമത്തിലെ ചെറിയ ഒരു പുസ്തകമാണ് സെഫാനിയായുടെ പുസ്തകം. 3 അധ്യായങ്ങളുള്ള പുസ്തകമാണ്. മനോഹരമായ ആത്മീയ സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. നമുക്കൊരിക്കൽ കൂടെ കേൾക്കാം. കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനവും കൽപ്പനയും കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ദൈവം ചില സമയങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ഓരോ അനുഭവങ്ങളും ഞങ്ങളെ വിശുദ്ധീകരിക്കാനും നന്മയിലേക്ക് നയിക്കാനും ഉപകാരപ്രദമാവട്ടെ. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയ പരിശുദ്ധാത്മാവേ, അനുദിന ജീവിത വഴികളിൽ ശക്തമായ അഭിഷേകമൊരുക്കി ഞങ്ങളെ നയിക്കണമേ. ഓരോ അനുഭവങ്ങളും ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ, ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഒത്തിരിയേറെ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. ദുരന്തങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പല വഴികളിൽ പല രൂപങ്ങളിലുണ്ട്. അത് സുനാമിയായിട്ട് വരും, പ്രളയമായിട്ട് വരും, കൊടുങ്കാറ്റായിട്ട് വരും, പല രീതികളിലാണ്. പ്രകൃതി ദുരന്തങ്ങൾ തന്നെ പലതരത്തിൽ ഈ നാളുകൾ ദുരന്തമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളിൽ ചില വ്യക്തികളെ പോലും ഇതൊരു ദുരന്തമാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായൊരു കാര്യമെന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, എത്രയെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ ജീവിത വഴികളിലൂടെ കടന്നുപോയാലും ഈ ജീവിത സത്യം ബൈബിൾ പഠിപ്പിക്കുന്നൊരു കാര്യം, ഈ ദുരന്തങ്ങളെയെല്ലാം ദൈവം മറ്റൊന്നായി പുനരുദ്ധരീകരിക്കുന്നു എന്നുള്ളതാണ്. പുനഃക്രമീകരിക്കുന്നു, അതിനെ വീണ്ടും ദൈവം റീബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, വർഷങ്ങൾക്ക് മുമ്പ് സുനാമി എന്ന് പറയുന്ന വലിയ കൊടുങ്കാറ്റ് കേരളത്തിൻ്റെയൊക്കെ തീരപ്രദേശങ്ങൾ പല സ്ഥലത്തും ആഞ്ഞടിച്ചു. നാശനഷ്ടങ്ങൾ അനവധിയാണ്. എന്നാൽ ഇന്ന് ആ തീരപ്രദേശങ്ങളിലൂടെ സുനാമി ആഞ്ഞടിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് വീണ്ടും ആ പ്രദേശമൊക്കെ പണിയപ്പെട്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ടൗൺഷിപ്പ് പോലും വളർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ആ ദുരന്തത്തിൻ്റെ ഓർമ്മ പോലെ ചില സ്മാരക ശിലകൾ മാത്രം അവശേഷിപ്പിച്ച് ഒന്നിനെ മറ്റൊന്നായിട്ട് രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു, ഒന്നിനെ മറ്റൊന്നായിട്ട് പുനഃപ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഞാനിത് പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളെയും ഓരോ അപകടകരമായ കാര്യങ്ങളെയും ദൈവം നമ്മളിൽ തന്നെ പുനരുദ്ധരീകരിക്കാനും പുനഃപ്രതിഷ്ഠിക്കാനും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ബൈബിൾ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നോളമുള്ള ജീവിത അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മളെ പുനരുദ്ധരീകരിക്കുന്നു. ഓരോ അനുഭവങ്ങളും ദൈവം നമ്മളെ പുനഃപ്രതിഷ്ഠിക്കുന്ന അനുഭവങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വചനം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. ദൈവമാണ് സൃഷ്ടികർത്താവ്. ഇതിനെല്ലാത്തിനെയും, എന്നെയും നിന്നെയും ഈ പ്രപഞ്ചത്തിൻ്റെ സകലതിനെയും സൃഷ്ടിച്ച ദൈവമാണ്. ആ സൃഷ്ടിച്ച ദൈവം ചില അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് വീണ്ടും അതിനെ പുനഃസൃഷ്ടി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ദുരന്തങ്ങളെ വില കുറച്ചോ താഴ്ത്തിക്കെട്ടിയോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ദുരന്തങ്ങളെല്ലാം തന്നെ അതിഭീകരമാണ്. നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ നമ്മളെ ഒരു അനുഭവത്തിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഈ ദുരന്തങ്ങളെ വില കുറച്ച് കാണുകയല്ല, മറിച്ച് ആ ദുരന്തങ്ങൾക്കപ്പുറം, ആ പരാജയങ്ങൾക്കപ്പുറം, നിന്നെ പേടിപ്പെടുത്തുന്ന ആ അനുഭവങ്ങൾക്കപ്പുറം ദൈവം നിന്നെ രൂപപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ദൈവം നമ്മളെ ഓരോ അനുഭവങ്ങളിലെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ അപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം രൂപപ്പെടുത്തുന്ന ഓരോ അനുഭവങ്ങൾക്ക് മുമ്പിലും വിറങ്ങലിച്ചു നിൽക്കാനല്ല, മറിച്ച് ആ അനുഭവങ്ങൾക്ക് മുമ്പിൽ താഴ്മയോടെ നിന്നാൽ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ അത് ഉയർത്തിക്കൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ വലിയ പ്രളയമുണ്ടായി. ഈ വർഷവും മോശമല്ല. ഓഗസ്റ്റ് മാസത്തിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും പല സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷം പ്രളയമുണ്ടായ പല സ്ഥലങ്ങളിലൂടെയും ഈ നാളുകളിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊരു പ്രളയം ഉണ്ടായതായിട്ട് പോലും ഓർമ്മയില്ലാത്തവണ്ണം ആ അന്തരീക്ഷമൊക്കെ വല്ലാണ്ട് മാറപ്പെട്ടിരിക്കുന്നു. ആലുവായിലും ചാലക്കുടിയിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താ? ഇങ്ങനെയൊരു പ്രളയം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർമ്മയിൽ പോലും വരാത്തവണ്ണമാണ് ഇന്ന് ആ പ്രദേശം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദുരന്തം, അത് പ്രളയമാവാം, സുനാമി ആവാം, പ്രകൃതി ദുരന്തങ്ങൾ പലതുമാവാം, ഇനി അത് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ദുരന്തങ്ങളാവാം. ഇതൊക്കെ ഉണ്ടാവുന്നത് അതിൽ തന്നെ അവസാനമായിട്ടല്ല, മറിച്ച് ഒന്ന് മറ്റൊന്നായി പുനഃപ്രതിഷ്ഠിക്കുന്ന, മറ്റൊരു മേഖലയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ചില ആത്മീയതയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പ്രളയമുണ്ടായപ്പോഴല്ലേ നമ്മുടെയൊക്കെ കേരളത്തിലെ ദൈവജനം ഒരുമിച്ച് നിന്ന് ആ പ്രളയത്തെ നേരിട്ടത്. ഇത്തവണയും അതുകൊണ്ട് പ്രളയമുണ്ടായപ്പോൾ എളുപ്പമായിരുന്നു, കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഒരുമിച്ച് നിൽക്കാൻ, തൻ്റെ ഇടത്തോടുകൂടി ജാതി മതഭേദമന്യേ നേരിടാൻ, ഏതൊരു പ്രതിസന്ധിയെ നേരിടാൻ തക്കവണ്ണം നമ്മുടെയൊക്കെ മനസ്സിനൊക്കെ പാകപ്പെടുത്തിയത് ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോഴല്ലേ. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഒരു ദുരന്തങ്ങളെയും വില കുറച്ച് കാണാനല്ല, താഴ്ത്തിക്കെട്ടാനല്ല, മറിച്ച് ആ ദുരന്തങ്ങൾക്കപ്പുറം ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ദൈവവചനം നമ്മളെ ഇപ്പോൾ സഹായിക്കുന്നത്. ജെറമ്യായുടെ പ്രവചനം 29-ാം അധ്യായം 11-ാം വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവവചനമാണ്. പരാജയത്തിൻ്റെ കയ്പുനീര് കുടിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർന്നുവെന്ന് നീ കരുതല്ലേ. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വഴിയിൽ നീ തോറ്റു എന്ന് കരുതി ജീവിതം വഴിമുട്ടി ഇനി തീർന്നു എന്ന് നീ കരുതല്ലേ. ദൈവം നിന്നോട് പറയുന്നു, നിൻ്റെ നിരാശയുടെ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്നെ കർത്താവ് പഠിപ്പിക്കുന്നു, നിൻ്റെ ജീവിതം കർത്താവ് പുനരുദ്ധീകരിക്കും, ജീവിതം വീണ്ടും പുനഃപ്രതിഷ്ഠിക്കും, കർത്താവ് നിന്നെ നവീകരിക്കും. അതുറപ്പ്. നിൻ്റെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നീ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ ജീവിതത്തെ കർത്താവ് വീണ്ടും പുനഃക്രമീകരിക്കും. വചനത്തിലൂടെ കടന്നു പോവുക. ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും, ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായവരെ കർത്താവ് കരം പിടിച്ചുയർത്തിയതാണ്. കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരാജയത്തിൻ്റെയും തകർച്ചയുടെയും ദുഃഖത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. കർത്താവ് ഒരിക്കലും പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങൾ ചോദിച്ച് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4-ാം അധ്യായത്തിൽ നമ്മൾ പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്ന സമരിയാക്കാരി സ്ത്രീ, കർത്താവ് അവളെ പിടിച്ച് കരം പിടിച്ച് ഉയർത്തുകയാണ്. 8-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീ, അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതാണ് ആ നാട്ടിലെ നിയമം അനുസരിച്ച്. എന്നാൽ യേശുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ ചരിത്രം വഴിമാറ്റപ്പെടുകയാണ്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളെ കരം പിടിച്ച് കർത്താവ് ഉയർത്തുകയാണ്. മോളെ, നീ ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഈ നാടിൻ്റെ നിയമം അനുസരിച്ച്, പക്ഷേ ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. നിനക്ക് ജീവിക്കേണ്ടതുണ്ട്, നിനക്ക് ജീവനുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്.
മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്ന സക്കേവൂസും അങ്ങനെ തന്നെ. എന്തു പറയേണ്ടു? ഓരോ മനുഷ്യൻ്റെയും ജീവിത വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ വചനം പഠിപ്പിക്കുന്ന സത്യം എന്താ? ദൈവമുണ്ട്, പുനരുദ്ധരീകരിക്കുന്ന ദൈവം. നിന്റെ പരാജയത്തിൻ്റെ നടുവിൽ നിന്നെ അവിടെ വിട്ടിട്ട് പോകുന്നതല്ല, കരം പിടിച്ച് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ പല വഴികളിൽ, പല മേഖലകളിലായിരിക്കാം, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിരിക്കാം, അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. ഒന്നൊന്നിനോട് വെച്ച് താരതമ്യം ചെയ്യണ്ട. കേരളത്തിലിരുന്ന് വചനം കേൾക്കുന്ന വ്യക്തി, ബോംബെയിലിരിക്കുന്ന വ്യക്തി, ഡൽഹിയിലിരിക്കുന്ന വ്യക്തി, യൂറോപ്യൻ രാജ്യങ്ങളിലിരിക്കുന്ന വ്യക്തി, ഗൾഫ് നാടുകളിലിരിക്കുന്ന വ്യക്തി വ്യത്യസ്തരങ്ങളാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒന്നൊന്നിനോട് വെച്ച് താരതമ്യം ചെയ്യേണ്ട. മറിച്ച് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന അനുഭവങ്ങൾക്കപ്പുറം ചില കാര്യങ്ങൾ നിന്നിലൂടെ കർത്താവ് പണിതുയർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം മനോഹരമായിട്ടുള്ള തിരുവചനമാണല്ലോ. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനം പ്രിയപ്പെട്ടവരെ ധ്യാനിക്കാൻ പറ്റിയ വചനമാണ്. നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഒരുക്കുന്ന ദൈവവചനമാണ് യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? ഇന്നലകളിലേക്ക് നീ വീണ്ടും തിരിഞ്ഞു പോകല്ലേ. യെശയ്യായുടെ പുസ്തകം 43, 18, 19 തിരുവചനം മനോഹരമായ തിരുവചനമാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കൃത്യം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കർത്താവ് പറയുക, നിൻ്റെ ജീവിതത്തെ പുനരുദ്ധരീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. വിജനപ്രദേശത്ത് ഒരു വഴിയുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല, എന്നാൽ കർത്താവ് ഉണ്ടാക്കും. മരുഭൂമിയിൽ നദി ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല, പക്ഷേ കർത്താവ് ഉണ്ടാക്കും. നീ പല കാര്യങ്ങളുടെ മുമ്പിൽ അയ്യോ ഡിസപ്പോയിൻറ്റഡായി എന്ന് നീ പറയാറുണ്ടല്ലോ. നീ ഒരു കാര്യം ഓർക്കണം, നീ ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവ് നിനക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കുകയാണ്. എവറി ഡിസപ്പോയിൻമെൻറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് നൽകുകയാണ്, നിൻ്റെ കാര്യത്തിൽ ഇടപെടുകയാണ്. ഈ കഴിഞ്ഞ നാളിൽ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയതാണ്. അതിനുശേഷം അവിടെ ജോലി കിട്ടും, വലിയ പ്രതീക്ഷകളായിരുന്നു. അവിടെ പോയ ഒരു മകൻ, അവൻ നാളുകൾക്ക് ശേഷം സങ്കടപ്പെടാൻ തുടങ്ങി. കാരണം വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല. നാട്ടിൽ നിന്ന് ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ്, പണം എടുത്തിട്ടാണ് പഠിക്കാൻ പോയിരിക്കുന്നത്. ഇതെല്ലാം എന്തു ചെയ്യും? കുടുംബത്തിന് വലിയ പ്രതീക്ഷയാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും അവനെ പിടികൂടാൻ തുടങ്ങി. കാരണം വിചാരിച്ച പോലെ നീങ്ങുന്നില്ല, പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നില്ല. അതോടുകൂടി മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. ആ പ്രദേശത്തിൻ്റെ നിയമം തന്നെ മാറി. ബാങ്കിലെ കടഭാരം, കുടുംബത്തിന് ഇവനെക്കുറിച്ചുള്ള പ്രതീക്ഷ, മുമ്പോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കെ 2 ആഴ്ച അവധിക്ക് നാട്ടിൽ വന്നു. മാതാപിതാക്കളെ കാണാൻ വന്നു. സങ്കടമാണ് ചെറുക്കന്. അതിനിടയ്ക്ക് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിക്കാറില്ല. അച്ഛാ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനാണ്. ഞാൻ പള്ളിയിൽ അൾത്താര ശുശ്രൂഷയായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളൊക്കെ നടത്തി. പക്ഷേ വിചാരിച്ച പോലെ ഒന്നും സംഭവിക്കുന്നില്ല അച്ഛാ. പഠനം കഴിഞ്ഞു, എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ അധ്വാനിച്ചു. പക്ഷേ ഒന്നും അങ്ങോട്ട് കൂട്ടിയിട്ട് കൂടുന്നില്ല, ജോലി കിട്ടുന്നില്ല. ഈ പ്രദേശത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ നിയമം തന്നെ മാറി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മുമ്പോട്ട് നോക്കിയാൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നിരാശയും ദുഃഖവുമാണ്. ഞാൻ അവനോട് പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചൊരുവനുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നീ പോകാൻ ദൈവം നിന്നെ നിയോഗിച്ചു. അവിടെ പഠിക്കാൻ നിനക്ക് കഴിവ് നൽകി. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇത്രയും നാൾ നിന്നെ നടത്തിയ ദൈവം ഇനിയും നിന്നെ നടത്തും, ഉറപ്പാണ്. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ ചുരുണ്ടു പോകല്ലേ. കർത്താവ് നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ജെറമ്യായുടെ പ്രവചനം 29:11 ആവർത്തിച്ച് പറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിനല്ല, മറിച്ച് എൻ്റെ ക്ഷേമത്തിനാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ ചെറുപ്പക്കാരൻ ആവർത്തിച്ച് ഇത് തന്നെ പറയാൻ തുടങ്ങി. എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. നാളുകൾക്ക് ശേഷം, അവധിക്ക് ശേഷം തിരിച്ചു ചെന്നു. ആദ്യം ചെറിയൊരു സ്ഥലത്ത് ജോലി കിട്ടി. ഇതാ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന വണ്ണം
ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് അവനെ ജോലിക്ക് വിളിച്ചു. ജോലിക്ക് ലഭിച്ചു. ജോലി കിട്ടിയ ഉടനെ തന്നെ അവൻ്റെ ആ നാട്ടിലെ ആ നിയമത്തിനനുസരിച്ച വണ്ണം ഇവൻ്റെ കാര്യങ്ങളും കൂടെ ക്രമീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തു മനസ്സിലായി? അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അസ്വസ്ഥപ്പെട്ട് ഇനി ജീവിതം മടുത്തു എന്നൊക്കെ ചിന്തിച്ച് ഇനി മുമ്പോട്ട് നീങ്ങിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ശരിയാകൂ. ജീവിക്കണോ, പ്രത്യാശയോടെ നീക്കണോ എങ്കിൽ ജെറമ്യ 29:15 ഹൃദയത്തിൽ സ്വീകരിക്കുക. നിന്നെ കർത്താവ് പുനരുദ്ധീകരിക്കാൻ, പുനഃക്രമീകരിക്കാൻ, പുനഃപ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു ദുരന്തത്തെയും ദൈവം പുനഃക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ ദുരന്തങ്ങളെയും ദൈവം ഇതാ വീണ്ടും വിശുദ്ധീകരിക്കാനും നിന്നെ നയിക്കാനും ആഗ്രഹിക്കുന്നു. ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. നീ തകർന്നു പോകാനല്ല, മറിച്ച് നിൻ്റെ ജീവിതത്തിൽ ഉയരാനായിട്ട് ദൈവം നിൻ്റെ കൂടെ നിൽക്കും. ബൈബിളിൽ നമ്മൾ കണ്ട കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടവളും ചുങ്കക്കാരനും ഒക്കെ ആരാ ഇവർ? ജനസമൂഹത്തിനിടയിൽ ഒറ്റപ്പെട്ടവർ, ജനസമൂഹത്തിനിടയിൽ ഒരു വിലയുമില്ലാത്തവർ, മുഖം കുനിച്ച് നടക്കാൻ അവർക്ക് യോഗ്യതയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ചതോടുകൂടി അവർക്ക് നിവർനിന്ന് ചങ്കൂറ്റത്തോടുകൂടി യേശുവിൻ്റെ ശിഷ്യയാണെന്ന് പറയാൻ മാത്രം അവർക്ക് ധൈര്യം ലഭിച്ചു. അവരെ മുന്നോട്ട് നയിക്കുകയാണ്. പുനരുദ്ധരീകരിക്കുന്ന ദൈവം, പുനഃപ്രതിഷ്ഠിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഒരു തകർച്ചയുടെ മുമ്പിൽ നീ തളർന്നു പോവല്ലേ. പഴയ നിയമത്തിലെ മോശയൊക്കെ നമ്മളിടയ്ക്ക് ധ്യാനിക്കണം. ഇസ്രായേൽ ജനതയും കൊണ്ട് 40 വർഷം ഇവരെയും കൊണ്ടുള്ള നലച്ചിൽ ഇസ്രായേൽ ജനത. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും. എല്ലാത്തിനും പരാതിയും പിറുപിറുപ്പും മാത്രം. ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ, മോശയെപ്പോൾ ഇത്രയോളം ശാന്തനായിട്ട് വേറെ ആരുമില്ല. ഇത്രയും വലിയ ജനതയും കൊണ്ട് നയിച്ച നേതാവ്, ശാന്തനായവൻ. സത്യത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇതെവിടുന്നാണ് ഈ മോശയ്ക്ക് ഇത്രമാത്രം ശക്തി കിട്ടിയേ? ഇത്രമാത്രം ശക്തി ഇതെവിടുന്നാണ് കിട്ടിയേ? പുറപ്പാട് പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, 33-ാം അധ്യായത്തിൽ മോശയും ദൈവം തമ്മിലൊരു ഡയലോഗാണ്. അവസാനം ദൈവം പറയുന്നുണ്ട്, മോശേ ഇതും ഞാൻ നിനക്ക് സാധിച്ചു തരാം, കാരണം എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ നീ വന്നില്ലെങ്കിൽ ഞാൻ പോയില്ല കേട്ടോ, എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ നീ എൻ്റെ കൂടെ വേണം. മോശ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതാ സാധിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് അത്ഭുതം തോന്നും, ദൈവമേ ഈ മോശയ്ക്ക് ഇത്രമാത്രം കഴിവെവിടുന്ന? ആരാണ് ഈ മോശ? ആന്തരിക മുറിവിൻ്റെ കൂടാരം അല്ലേ? വിക്കന, ഒരു നന്നായിട്ട് സംസാരിക്കാനുള്ള ശേഷിയില്ല. ബാല്യകാലം എന്നൊക്കെ പറയുന്നത് അടച്ചിട്ട ആ കൂടയ്ക്കുള്ളിലാണ് വളർന്നത്. നൈൽ നദീ തീരത്തേക്ക് ഒഴുകപ്പെട്ടവനാണ്. അപ്പനാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ തുടങ്ങുന്ന ബാല്യത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ദുരന്തങ്ങളാണ്. ദേഷ്യം, നമ്മളീ പറയുമ്പോൾ നിസാരപ്പെട്ട ദേഷ്യമൊന്നുമല്ല. ദേഷ്യം വന്നപ്പോൾ ഒരുത്തനെ കൊന്നുകളഞ്ഞു. മൂക്കത്ത് ശുണ്ഠി, അരിശം, ദേഷ്യം, എല്ലാ മുറിവുകളും ഉള്ളിലുണ്ടായിരുന്നൊരുവൻ ഒരു ദൈവദർശനം കിട്ടിയപ്പോൾ അവൻ്റെ ജീവിതത്തെ ദൈവം അങ്ങോട്ട് വിശുദ്ധീകരിക്കുക, പുനഃപ്രതിഷ്ഠിക്കുകയാണ്. അത്രയും ദേഷ്യമുണ്ടായിരുന്നവനെ ബൈബിളിൽ ഇത്രയും ശാന്തനായി വേറൊരാളുമില്ലെന്ന് പഠിപ്പിക്കുമ്പോൾ, പാപിയാണെന്ന് കരുതപ്പെടാൻ മാത്രം യോഗ്യതയുണ്ടായിരുന്നവനെ പിന്നീട് പിടിച്ചുയർത്തുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ എന്താ പഠിപ്പിക്കുന്നത്? ദൈവം വിശുദ്ധീകരിക്കുന്നവനാണ്, പുനഃപ്രതിഷ്ഠ നടത്തുന്നവനാണ്. പുനഃപ്രതിഷ്ഠ. എന്നെ കേൾക്കുന്ന നിൻ്റെ ജീവിതത്തിലും ഇതുപോലെ ദൈവം ചില പുനഃപ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിലും കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നീ ദുരന്തമാണെന്നും പരാജയമാണെന്നും ഒക്കെ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ നടുവിൽ ദൈവം ചില കാര്യങ്ങൾ പണിതുയർത്താൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്. ആരായി പത്രോസ്? നമുക്കറിയാമല്ലോ, എടുത്തുചാട്ടക്കാരനാണ്. മീൻപിടുത്തക്കാരൻ തൊഴിൽ കൊണ്ട് സ്വഭാവം എന്താ? എടുത്തുചാട്ടക്കാരനാണ്. ദേഷ്യത്തിന് കുറവൊന്നുമില്ല. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതാ ഈശോയെ പിടികൂടാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ വരുമ്പോൾ പത്രോസ് ദാ അരയിൽ വെച്ചിരുന്ന വാളെടുത്ത് വീശി ഒരുത്തിൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് പത്രോസിൻ്റെ സ്വഭാവ രീതിയാണ്. അങ്ങനെയുള്ള പത്രോസാണ് പിന്നീട് ഈ ജീവിത വഴികളിൽ രൂപാന്തരീകരണം പ്രാപിക്കുന്നത്. ഈ പത്രോസ് നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് തീകാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപറ്റ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവനും തീകായുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ ചോദിച്ചു, പരിചാരക ചോദിച്ചു,
നീയും അവൻ്റെ കൂടെ ഉള്ളതല്ലേ. ഞാൻ അവനെ അറിയത്തില്ല. എത്ര കൂളായിട്ടാണ് പത്രോസ് ഇത് പറയുന്നത്. ഞാൻ അവനെ അറിയത്തില്ല. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ നിഷേധിച്ചവൻ. എന്നാൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ എത്ര രസകരമായിട്ടാണ്. അതേപോലെ വീണ്ടും ഒരു തീ കൂട്ടുകയാണ് ഈശോ. അതേപോലെ വീണ്ടും ഒരു തീ കൂട്ടുകയാണ് ഈശോ. ആ തീ കൂട്ടിയിരിക്കുന്ന അവസരത്തിൽ ഈശോയുടെ മുമ്പിൽ പത്രോസ് പ്രഖ്യാപിക്കും, നീ മാത്രമേ ഉള്ളൂ, നീ ഇതിനെ എല്ലാത്തിനും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 തവണയുള്ള ചോദ്യം. 3 തവണ നാളുകൾക്ക് മുമ്പ് തീ കാഞ്ഞപ്പോൾ ഒരു പരിചാരികയുടെ മുമ്പിൽ യേശുവിനെ നിഷേധിച്ചവൻ നാളുകൾക്ക് ശേഷം ഒരു പുനഃപ്രതിഷ്ഠയാണ്, പുനരുദ്ധരീകരിക്കുകയാണ്. യേശു വീണ്ടും തീ കാഞ്ഞുകൊണ്ട് ഇതാ പത്രോസിനെ വീണ്ടും ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു ദുരന്തവും ദുരന്തമായിട്ട് അവശേഷിക്കാനല്ല, പരാജയമായിട്ട് അവശേഷിക്കാനല്ല, മറിച്ച് അത് നമ്മൾ വളർത്താനാണ്, പുനഃപ്രതിഷ്ഠിക്കാനാണ്, മുമ്പോട്ട് നയിക്കാനാണ്. ഒന്നിൻ്റെ മുമ്പിൽ തളർന്നു പോകരുത്. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായ രംഗമല്ലേ യേശുവിൻ്റെ രൂപാന്തരീകരണം. യേശുവിൻ്റെ രൂപാന്തരീകരണം എന്ത് രസകരമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ശിഷ്യന്മാർ 3 പേരല്ലേ ഉള്ളൂ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രൂപാന്തരീകരണ സമയത്ത് യേശുക്രിസ്തു ഇതാ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ മോശയെയും പഴയ നിയമത്തിൻ്റെ പ്രവാചകമെന്ന വണ്ണം അതാ ഏലിയയുമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ ശിഷ്യന്മാർ ഭയന്ന് കമഴ്ന്നു വീണുവെന്നാണ് വചനം പറയുന്നത്. ഭയന്ന് കമഴ്ന്നു വീണു. പിന്നീട് അവരെഴുന്നേൽക്കുമ്പോൾ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. ഒരു രൂപാന്തരീകരണ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, നീ ഭയപ്പെടും, നീ കമഴ്ന്നു വീഴും പലതിൻ്റെയും മുമ്പിൽ. എന്നാൽ അതിനുശേഷം നീ നിവർന്നു നിൽക്കുമ്പോൾ നീ കാണുന്നത് യേശുവിനെ മാത്രമേ ഉള്ളൂ. യേശുവിനെ മാത്രമേ ഉള്ളൂ. നിൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളും ഇതുപോലെ നിന്നെ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ഒരുപക്ഷെ ചിലർ ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ ദുരന്തങ്ങൾ? സെഫാനിയർക്ക് എഴുതിയ ലേഖനത്തിൽ പുസ്തകത്തിൽ 3-ാം അധ്യായം 9-ാം വചനം വായിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. വചനം എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. നിൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ദുരന്തമെന്ന് കരുതുന്ന ഏത് കാര്യവും നിന്നെ ശുദ്ധീകരിക്കാനാണ്. കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാൻ, ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തത്തിലൂടെ നീ കടന്നു പോകുന്നത്. നിരാശപ്പെടാനല്ല. ദൈവം നിന്നെ വിളിക്കുന്നത് അപ്രകാരം ഒരു വിളിയിലേക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരകരമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരാജയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കല്ലേ, സംഭവിച്ച കാര്യങ്ങളെ എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കല്ലേ. അതിനേ സമയമുള്ളൂ. മുമ്പോട്ട് നീങ്ങാം. നിനക്ക് നിൻ്റെ ദൈവം കൂടെയുണ്ട്. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? സെഫാനിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വചനം നമുക്ക് പഠിക്കാം. കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കും. നിന്നെ കർത്താവ് പുനരുദ്ധരീകരിക്കും, പുനഃപ്രതിഷ്ഠിക്കുകയും നവീകരിക്കും. ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.